ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പുത്തുരാൻസ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ക്യാമ്പ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. ഇതിനകത്തൊരു സിഗ്സാഗ് പ്രിന്റ് ആണ് കേട്ടോ. ഫുൾ എല്ലാം തന്നെ സിഗ്സാഗ് പ്രിന്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ക്യാമ്പ്രിക് ആണെന്ന് പറഞ്ഞല്ലോ, 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നോർമലി നമ്മളെല്ലാ വീഡിയോനകത്തും ഒരേ പ്രൈസിലുള്ളതാണ് ചെയ്യാറുള്ളത്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 3 പ്രൈസിലുള്ളതാണ്. ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ പ്രൈസ് പറയാം. 105, 109, 119 അങ്ങനെ 3 പ്രൈസ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ ക്യാമ്പ്രിക് ആണ് കേട്ടോ. സിഗ്സാഗ് ആകുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഡിമാൻഡുള്ളൊരു ഡിസൈൻ ആണല്ലോ. അപ്പോൾ ഞാൻ ഈ സിഗ്സാഗ് മാത്രം വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് നമ്മളിന്ന് ഇങ്ങനെ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതും സെയിം ഫാബ്രിക് ഇതിനകത്തുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും പ്രൈസും അതുപോലെ തന്നെ ഡീറ്റെയിൽ എല്ലാം തന്നെ പറയാം. 44 ഇഞ്ച് വിഡ്ത്ത് തന്നെയാണ്. ഫാബ്രിക്കിൻ്റെ എല്ലാത്തിൻ്റെയും വിഡ്ത്ത് 44 ആണ്. പ്രൈസിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിനകത്ത് സിഗ്സാഗ് പ്രിൻ്റ് തന്നെയാണ്. നേവി ബ്ലൂവിനകത്തും ബ്ലൂ കളറിലുള്ള പ്രിൻ്റ് തന്നെയാണ് പോകുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 119 രൂപയാണ് കേട്ടോ. ഓരോന്നിൻ്റെയും പ്രൈസ് ഞാൻ സെപ്പറേറ്റ് പറയുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഈ നേവി ബ്ലൂ ഒക്കെ എപ്പോഴത്തെയും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളറാണല്ലോ. ക്യാമ്പ്രിക് ആയതുകൊണ്ട് നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. 119 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഡിസൈനും അതിനകത്തുള്ള പ്രിൻ്റൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ലൈറ്റ് ടോണിലാണ്. ബ്ലൂവിനകത്ത് തന്നെ വൈറ്റ് കളറിലുള്ള സിഗ്സാഗ് ആണ് പോകുന്നത്. ഇതിൻ്റെ പ്രൈസും 119, 119 രൂപ തന്നെയാണ് കേട്ടോ. ലൈറ്റ് ടോൺ ആണെങ്കിലും നമുക്കിതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. സ്ലിപ്സൊക്കെ വെയർ ചെയ്താലും മതി. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ. നല്ല ഭംഗിയുള്ള ഒരു കളറും നല്ലൊരു ഡിസൈനുമാണ്. 119 രൂപ തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നതും ഒരു നേവി ബ്ലൂവിനകത്തേക്ക് യെല്ലോയും അതുപോലെ തന്നെ ക്രീമും കൂടെ ആയിട്ടുള്ള ഒരു കളറിലുള്ള പ്രിൻ്റാണ്. ഇത് വരുന്നതും 119 തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ സിഗ്സാഗ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണ് പോകുന്നത്, വെർട്ടിക്കലായിട്ടല്ല. എങ്കിലും നല്ല ഭംഗിയുള്ള ഒരു സിഗ്സാഗ് തന്നെയാണ്. നോർമലി നമ്മുടെ സിഗ്സാഗ്സ് എല്ലാം തന്നെ ഇങ്ങനെ താഴോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് എന്താ പറയുക, അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരാറുള്ളത്. ഇതും അങ്ങനെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ താഴോട്ട് പോകുന്ന പോലെ തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ടോപ്പ് മാത്രമല്ല, ഇപ്പോൾ പലാസോ പോലത്തെ അല്ലെങ്കിൽ പാൻറ് ഒക്കെ ലൂസ് പാൻറ്റൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ, മിനി ടോപ്പൊക്കെ വെയർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. കാരണം ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഒരു ലൂസ് പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇതേ മോഡലിൽ തന്നെയുള്ള ഒരു ഡിസൈനും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. പർപ്പിളാണ്, പർപ്പിളും ക്രീമും കൂടെ ആയിട്ടുള്ളൊരു കളറിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 119 ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ക്യാമ്പ്രിക് ആയതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ, ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇങ്ങനെയാണ് നമ്മളിത് വെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ഗ്രീനിൻ്റെ ടോണാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 105 ആണ്. 105 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഒരു ഓഷൻ ഗ്രീൻ എന്നൊക്കെ പറയുന്നതിൻ്റെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ടോണാണ്. ക്രീം കളറിലുള്ള സിഗ്സാഗാണ്. ചെറിയ സിഗ്സാഗ് ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് ഇങ്ങനെ ഈ ലൈൻസിൻ്റെ വീതി കുറഞ്ഞുള്ള സിഗ്സാഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും കേട്ടോ. ക്യാമ്പ്രിക് തന്നെയാണ് ഇതിൻ്റെയും ഫാബ്രിക് ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കാണുന്നതൊരു ബിസ്ക്കറ്റ് ടോണാണ്. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ആ ഗ്രീനിൽ കണ്ടതുപോലെ വളരെ വീതി കുറഞ്ഞ സിഗ്സാഗാണ് ഇതിനകത്തും പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതിനൊക്കെ 105 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫാബ്രിക് വെയർ ചെയ്യുമ്പോൾ, ഈ ഒരു ഡിസൈൻ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള അതായത് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ട ലാസ്റ്റ് 2 എണ്ണം കണ്ടതും. ഇതിൻ്റെ തന്നെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ്. ഗ്രേഡ് ഒരു ടോൺ എന്ന് പറയാം. അതിനകത്താണ് ഇത് വന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ടും നമുക്ക് ടോപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. 105 രൂപ തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ്. ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. 105 രൂപയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഗ്രീനും ബ്രൗണും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു 2-3 കളർ കയറിയിട്ടുള്ള സിഗ്സാഗ് ആണ്. ഇത്രയും നേരം നമ്മൾ കണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിഗ്സാഗ് ആയിരുന്നു. ഇതിനകത്ത് സിഗ്സാഗിനകത്ത് തന്നെ ലൈൻ കൂടാതെ ഒരു ഡോട്ടും കൂടെ വരുന്നുണ്ട്. 109 രൂപയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പലാസോ സ്റ്റിച്ച് ചെയ്ത് ചെറിയ ടോപ്പോ അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ
കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യും. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ ഈ കോഡ് സെറ്റ് എന്ന് പറയുന്നത്. ഒരുപോലത്തെ ടോപ്പും ബോട്ടവും സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫാബ്രിക് തന്നെയാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഡാർക്കർ ടോണിലാണ്. ഇതിൻ്റെ പ്രൈസ് 109 ആണ് കേട്ടോ. മെറൂൺ അല്ല, നമുക്കൊരു ബ്രിക്കിൻ്റെ റെഡിൻ്റെ കുറച്ച് ഡാർക്കർ ടോണിലേക്ക് പോയ പോലത്തെ, അതിനകത്ത് തന്നെ യെല്ലോയും ഉണ്ട്. ഈ മെഹന്തി യെല്ലോയുടെ ഒക്കെ ഒരു ഡാർക്കർ ടോണും കൂടെ ഉണ്ട്, ചിക്കു ഷെയ്ഡ് ഉണ്ട്. കുറച്ച് സിഗ്സാഗ് മാത്രമല്ല ഡോട്ട്സും കൂടെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. ഇത് വെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്ന പോലത്തെ സിഗ്സാഗുകളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും ഒരു ബ്ലൂവിൻ്റെ ഒരു ടോണിലാണ്. ബ്ലൂവും വൈറ്റും ഗ്രേയും ഒക്കെ കൂടെ വന്നിട്ടുള്ള ഒരു ടോണിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് വന്നിരിക്കുന്നത്. 109 തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ ക്യാമ്പ്രിക്കിലുള്ള റണ്ണിങ് ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഈ സിഗ്സാഗൊക്കെ എപ്പോഴത്തേയും ഒരു ട്രെൻഡിങ് തന്നെയാണ്. നെക്സ്റ്റ് വൺ ഇതേ പാറ്റേണിൽ തന്നെ വന്നിട്ടുള്ള വേറൊരു കളറാണ്, ബ്ലൂ ആണ് കേട്ടോ. നമ്മളിപ്പോൾ കണ്ട ആ ഒരു എന്താ പറയുക, ഓഷൻ ബ്ലൂ എന്ന് പറയുന്നതിൻ്റെ കുറച്ച് ആദ്യം കണ്ടത് അങ്ങനെയാണ്. ഇപ്പോൾ കാണുന്നത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ്. ബ്ലാക്ക് കളറിലുള്ള ഒരു പ്രിൻ്റാണ്, ഒരു സിഗ്സാഗാണ്. ബ്ലാക്കും ഓഫ് വൈറ്റും കളറുള്ള സിഗ്സാഗാണ് ഇതിനകത്ത് പോകുന്നത്. പ്രൈസ് 109 തന്നെയാണ്. നെക്സ്റ്റ് വൺ ഇതിൻ്റെ തന്നെ ഒരു ചിക്കു ഷെയ്ഡിൻ്റെ ഡാർക്കർ ടോണിലോട്ട് പോയിട്ടുള്ളതാണ്. ബ്രൗണും ചിക്കു ഷെയ്ഡും ക്രീമും കൂടെയാണ് ഇതിനകത്തുള്ള പ്രിൻ്റ് പോകുന്നത്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്സാഗാണ്. ഇതിനകത്ത് സിഗ്സാഗിൻ്റെ കൂടെ തന്നെ ഒരു കേർവ് പോലത്തെ ഒരു ലൈൻസും കൂടെ അതിനകത്ത് പോകുന്നുണ്ട്. ബേസ് കളർ പറയുകയാണെങ്കിൽ ഓഫ് വൈറ്റ് ആണ്. അതിനകത്ത് ഈ പറയുന്ന പോലത്തെ ഒരു ടർക്കിഷ് ബ്ലൂ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറും അതുപോലെ തന്നെ ഒരു പർപ്പിളിൻ്റെ ഒരു കളറിലുമുള്ള ഒരു കർവ് പോലത്തെ ഒരു ഡിസൈനും കൂടിയാണ് പോകുന്നത്. ഇത് മാത്രം വെച്ച് നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണിത് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇനി നമ്മൾ 3 കൂടെ ഉണ്ട്. ഇതേ പാറ്റേണിൽ തന്നെ 3 കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു പിങ്ക് ടോണിലാണ്. ഞാനതൊന്ന് വെച്ച് കാണിച്ചു തരാം. പിങ്കാണ്. പിങ്ങിനെയാണ് ഈ ഒരു ഫാബ്രിക് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. സെയിം തന്നെ പിങ്കും ബേസ് ഒരു ഓഫ് വൈറ്റ് പിങ്ക്, അതുപോലെ തന്നെ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു കേർവ് പോലത്തെ ഒരു ഡിസൈനും കൂടി ഇതിനകത്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് യെല്ലോ ആണ് കേട്ടോ. ഞാനിതിൻ്റെ സിഗ്സാഗിൻ്റെ കളറാണ് പറയുന്നത്. ബേസ് എല്ലാം തന്നെ ഓഫ് വൈറ്റ് കളറിലാണ്. വെയർ ചെയ്യുമ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള സിഗ്സാഗാണ്. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്കാണ്. സെയിം കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫാബ്രിക്കാണ്. ഒരു പീച്ച് കളറിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്ലോസ് വ്യൂവിൽ കാണുമ്പോൾ ഡിസൈൻ എല്ലാം തന്നെ ക്ലിയർ ആകും. ലാസ്റ്റ് കണ്ട 4 പ്രൈസ് 109 ആയിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഫാബ്രിക് എല്ലാം ക്യാമ്പ്രിക് ആണ്. 60s by 60s ആയിട്ടുള്ള പ്യുവർ കോട്ടണിലുള്ള ക്യാമ്പ്രിക് ഫാബ്രിക് ആണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസിനാണ് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. 119, 105, 109 അങ്ങനെ 3 പ്രൈസിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ നമുക്ക് ലൈറ്റ് ടോൺ ആയാലും ഡാർക്ക് ടോൺ ആയാലും ലൈനിങ് ഇല്ലാതെ തന്നെ വെയർ ചെയ്യാവുന്നതാണ്. കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ പാൻറ്റ് പലാസോ അങ്ങനെ പല ഐറ്റം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫാബ്രിക് യൂസ് ചെയ്യാവുന്നതാണ്. സിഗ്സാഗ് ആകുമ്പോൾ എപ്പോഴത്തേക്കും ട്രെൻഡിങ് ആണല്ലോ, ട്രെൻഡ് മാറുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്ത് പോകാവുന്നതാണ്. അപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതും നമ്മൾ ലാസ്റ്റ് കണ്ട ഡിസൈൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഓൺലൈനിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കും. 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.